എല്ലാണോ ഹെൽമെറ്റ് സീറ്റ് ബെൽറ്റ് ഇട്ടൊക്കെ പോണം. ഹെൽമെറ്റ് എങ്കിലും വെക്കാതെ പോലെ ഒരു പെറ്റി അടിക്കട്ടെ. ഇതെന്താ ലവ് ലെറ്ററാ? ഓ, പുതിയ കോൺസ്റ്റബിൾ ഗോവിന്ദൻ പണിഷ്മെന്റ് ട്രാൻസ്ഫർ ആണല്ലേ? അതെ സാർ, ലോക്കലിട്ട് ഒരുത്തരെ ഇടിച്ചു. കളനയാ? അല്ല, SI. ആർക്ക്? தம்பிங்களா, நல்ல சூடு சுடு சுடா பழம்பொடி இருக்கு. நான் അവിടെ ഇരിക്കട്ടെ. தம்பி உள்ள வாங்க. வா സാപ്പിടെ കഴിക്കടാ. അറിയാത്തവരെന്നൊന്നും വാങ്ങിക്കില്ലെന്ന് എന്റെ അച്ഛൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ അച്ഛനും പറഞ്ഞിട്ടുണ്ടോടാ അത്? ബൈ ഗോഡ്സ് ഗ്രേസ് എനിക്ക് അച്ഛനില്ല. തന്തയില്ലാത്ത പൊറുക്കി നീங்க சாப்பிடு. சாப்பிடு, முதல்ல சாப்பிடு. ഈ കടയിൽ ഷട്ടർ ഇട്ടേക്കുന്ന இந்த கடை മോർണിംഗ് மட்டும் தான் இருக்கு. അത് കഴിഞ്ഞാൽ എണീക്കൂ. എടാ തമാശക്കാരാ, നീ തമാശയാണല്ലോ. നമ്മളവിടെ സർക്കസ് ഉണ്ട്, നീ വരുന്നോ? ബഫൂൺ മുഖം. പഴംപൊരി എടുത്തോട്ടെ. അണ്ണ ഇതിനൊന്നും ചൂടില്ലല്ലേ? വെയിലത്തോട്ട് നിൽക്കടാ, ചൂട് താനെ വരും. പഴംപൊരി തരാൻ പറ്റാതെ വന്നപ്പോഴേ ഞാൻ ശ്രദ്ധിക്കുന്നു. നിനക്ക് എന്റെ ദേഷ്യം ഉണ്ടോടാ? എന്റെ ഊര് പളനി പക്കം താ ഇருக்கு. വേലെടുത്ത് ഞാൻ വേണ്ടാട്ടടുത്ത് കേട്ടെടുക്കും. ഏട്ടാ, നടന്ന വിയർക്കുന്ന ആളായിട്ടാ, വല്ലോം തായേട്ടാ. ഞങ്ങൾ കയ്യിൽ കാശ് കൊണ്ട് നടക്കാറില്ല. വി ആർ റിച്ച് കിഡ്. ചേട്ടാ, കുഴിമന്തി കഴിച്ചിട്ട് 2 ദിവസമായിട്ടാ. What? അപ്പൊ നീ മെനങ്ങാന്ന് കുഴിമന്തി കഴിച്ചു? We hadn't eaten for last 2 months. ഈ ചേട്ടനെ കണ്ടറിയാം കാശുണ്ടെന്ന്. The bank have money. I have account the bank, but no money. What about your account? I have only Instagram account. ചേട്ടാ, ഗൂഗിൾ പേ നോ വേ, ഓൺലി പ്രൈ. ഓ, എന്റെ QR കോഡ് ഉണ്ട് ചേട്ടാ. 1 മിനിറ്റ്. എന്റെ പൊന്നേട്ടാ, കോസ്റ്റ്യൂം മാത്രമേ വ്യത്യാസമുള്ളൂ. അവസ്ഥയൊക്കെ ഏതാണ്ട് സെയിം തന്നെ. എനിക്കെന്താ അവസ്ഥ? എന്റെ കാശുണ്ട്, ഞങ്ങളുടെ കയ്യിലില്ല. ഇല്ലെങ്കിൽ വല്ല പണിക്കും പോടാ, ഇല്ലെങ്കിൽ എന്റെ കൂടെ തെണ്ടാ. Why should we? പെർ ഡേ 2500 കിട്ടും. അപ്പൊ monthly 75,000. Any job opportunities? Actually, I'm looking for an assistant. I'm here. Give me the part again. Come. I got the job. Badman, I know all the history of അയ്യപ്പൻ. അയ്യപ്പന്റെ ഹിസ്റ്ററി ഒക്കെ അറിയാം. എന്നാ നീ ശരണം വിളിച്ചേ. ഓക്കെ. ഹേ മൈ ലോർഡ്, കാമിയേ ശരണ്യ അയ്യപ്പോ. ശരണ്യ അയ്യപ്പനാ? സാനി അയ്യപ്പനല്ലേ? പിന്നെ ചേട്ടാ വേറൊരു ശരണുണ്ട്. പമ്പിലെ വിളക്കേ ശരണ്യ അയ്യപ്പോ. ഏത് പമ്പിലെ വിളക്ക്? അല്ല, നീ ഇതിനെ മലയ്ക്ക് പോണേ? വാട്ട് ബ്രോ, എനിക്ക് എല്ലാവരും പോലെ അവിടെ പോയി തൊഴുവാണം. തൊഴുവാണല്ല, തൊടുവാണം. ഒരു കാര്യം അറിയോ? എന്താ? എനിക്ക് അയ്യപ്പനെ അറിയാം. അത് ഉണ്ണിമുകുന്ദനാ. യെസ്റ്റർഡേ ഞാൻ TV ഷോയിൽ കണ്ടു. ഐ നോ. എന്റെ കയ്യിൽ ബെൻട്ടന്റെ വാച്ചുണ്ട്. അത് എന്നെ സേവ് ചെയ്യും. പപ്പ UK നിന്ന് കൊണ്ടുവന്നതാ. എടാ ശരിയാ, ബെൻട്ടൻ രക്ഷിക്കും. ഞാൻ TV കണ്ടിട്ടുണ്ട്. എടാ, ബെണ്ടനല്ല, ഈ മാനാണ് രക്ഷിക്കണേ. ഞാൻ TV കണ്ടിട്ടുണ്ട്. നിനക്കെന്തോ അരി വേണം? എനിക്ക് 1 ലിറ്റർ റൈസ് വേണം. ഞാനും എന്റെ ഫ്രണ്ട്സും യെസ്റ്റർഡേ മദ്യപിച്ചു. ആ ഫ്രണ്ട്സ് എല്ലാരും എന്നെ നിർബന്ധിച്ച് ഞാൻ ആ പീസ് കുടിച്ചു. ബ്രോ, അപ്പൊ ടുമാറോ നിറക്കി വരണോട്ടോ. സാങ്ങേ ശരണ്യ അയ്യപ്പോ. മക്കളെ, നിന്റെ റൂം തൂത്തപ്പോഴേ ചെറിയ തലയാണ് കിടക്കണുണ്ട്. നീ അതിലെങ്ങനെ തല വെക്കണത്? അയ്യോ അമ്മ, അത് തലോണയല്ലേ ഏട്ടാ. പിന്നെന്തിനത്? അയ്യോ അമ്മ, അത് നമ്മൾ ഒരുപാട് സംസാരിക്കാൻ നമ്മുടെ ചുണ്ട് തളരൂലേ. അപ്പൊ നാക്കിന് റെസ്റ്റ് എടുക്കാൻ വെക്കുന്ന ഒരു ചെറിയൊരു സാധനം. അമ്മയ്ക്ക് അത് അപ്പോഴേ തോന്നി, അതുകൊണ്ട് ഞാൻ 2 എടുത്തങ്ങ് വെച്ചു. എന്നിട്ട് നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? എന്തൊരു കുഴപ്പം? മക്കള് വാ, മത്തി സാമ്പാറും ബ്ലാക്ക് ഫോറസ്റ്റ് വിഴുക്കുവരത്തിയും വെച്ചിട്ടുണ്ട്. ചോറ് വരി തരാം, വാ. എന്റെ മൂത്തച്ഛന്റെ മോൻ ഇന്നലെ സാധിച്ചിട്ടേക്കുന്നു. ഐ വാണ്ട് മൂവ് ഓൺ ആൻഡ് ഫോർഗെറ്റ് എന്ന്. 7 പഠിക്കുന്ന ചേർക്കണ ഇതുവരെ തലയാണ്ട് പേരിലും ഉറച്ചിട്ടില്ല. അയ്യേ മണ്ടൻ, അത് സിറ്റുവേഷൻഷിപ്പ് നോക്കി കൂടെ ഇരുന്ന. പിന്നെ സിറ്റുവേഷൻഷിപ്പ്, പാർട്ട്ണർഷിപ്പ്, വൺ ഡേ ഷിപ്പ്, അങ്ങനെ കൊറേ ഷിപ്പുകളുണ്ട്. പയ്യ താലിട്ട ചേട്ടൻ മൂലം എന്റെ കുന്തത്തിലെ കുമരനൊക്കെ മുഖത്ത് എഴുതി എന്തൊക്കെ പറയുന്നത്. അവനെ ഞാൻ പിന്നെ കണ്ടോളൂ, ഇത് കഴിഞ്ഞിട്ട്. അവനോട് ഞാൻ നൈസായിട്ട് ഇന്റർവ്യൂ ആണ്. ഞാൻ എന്തെങ്കിലുമൊക്കെ സംസാരിക്കണമെന്ന് മാത്രമേ പറഞ്ഞോളൂ. അവൻ വായി തോന്നിയൊക്കെ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു.
എന്താ ഒന്നും പറയണ്ട. ഇന്നലെ ചോട്ടാ ഭീം അറിയാൻ കോൺക്രീറ്റ് പണിക്ക് പോയി. ഞാനാണെങ്കിൽ മേളില്, അവനാണെങ്കിൽ താഴെ. എന്റെ കഷ്ടകാലത്തിന് ഞാൻ നിക്കറത്തില്ല. തട്ടുടുത്തപ്പോ താഴെന്നൊരു വിളി, ഹായ് ലഡു. എന്റെ പൊന്നടാവേ, എന്റെ ഉള്ള ഉയരങ്ങ് പോട്ടാ ഒരു ചോട്ടാ ഭീം ആയിരുന്നത് കാര്യം. ജഗ്ഗു അല്ലായിരുന്നെങ്കിൽ ആലപ്പുഴ എന്ന് പറഞ്ഞ അതിനകത്ത് തൂങ്ങിയാലും ആരും ചത്തെന്ന് പറഞ്ഞ് ചാടി വീട്ടിൽ ആരും ചത്തെന്നൊന്നും പറഞ്ഞില്ല. എന്റെ കൂടെ വരുന്നെന്ന് പറഞ്ഞു. നീ എന്നിട്ട് എന്റെ പേര് പറയുന്ന നിന്റെ അച്ഛനും അമ്മ എന്നെ വിളിച്ചോണ്ടിരിക്കും. നിന്റെ വീട്ടിലെ സാഹചര്യമല്ലേ എന്റെ വീട്ടില്, അതല്ലേ. ഇവനാ നീയൊക്കെ ഇവിടെ പിടിച്ചിരിക്കുന്ന എന്തോ വലുതിനാണ്. ഇവന്റെ അച്ഛൻ വിളിക്കുന്ന തെറി 1.5 കിലോമീറ്റർ അകലെ എന്നാ കേൾക്കാം. ചേച്ചി, എന്റെ ചിഹ്ന ഓർമ്മ ഉണ്ടല്ലോ, പഴത്തൊലിയാണ്. പഴം വിഴിഞ്ഞ മുള്ളം പന്നിക്ക് പഴത്തൊലി തന്നെ നല്ലത്. ഇവിടത്തെ 5 വോട്ടും എനിക്ക് തന്നെ തരണം. തരണോന്ന് പറയുമ്പോ എടുത്തു തരാൻ ഞാൻ വോട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടൊന്നുമില്ല. ഞാൻ മറ്റുള്ള സ്ഥാനാർത്ഥികളെ പോലെ അല്ല. അവ പഴത്തൊലിയായിട്ട് വന്നപ്പോഴേ എനിക്ക് തോന്നി. അതല്ല, ഞാൻ ജയിച്ചു കഴിഞ്ഞ ജനങ്ങളെ കൂടെ കിടക്കുന്ന ആളാണ്. ഞാൻ മെമ്പറായ ചേച്ചിയുടെ ഈ 3 നില വീട് പൊളിച്ച് ഒറ്റമുറി വീട് വെച്ച് തരും. നീ ഇതുപോലെ എത്ര വീട് വിളിച്ചിട്ടുണ്ടോ? എണ്ണീട്ടില്ല. ഒരിക്കലും ചേച്ചി എതിർ സ്ഥാനാർത്ഥിക്ക് വോട്ട് കൊടുക്കരുത്. കൊടുത്താ എനിക്ക് വോട്ട് കിട്ടൂല, ഞാൻ തോറ്റു പോകും. ആൾക്കാരുടെ അടുത്ത് നിന്നൊക്കെ കഷ്ടപ്പെട്ട് കഴുത്തറുത്തിട്ടാണ് ചേച്ചി പലിശ വാങ്ങണത്. മോന് ഒരു വോട്ടുണ്ട്, അവനെ ഗൾഫിൽ നിന്ന് വരുത്താൻ പറ്റും. എന്റെ തന്തേരത്തെ ഫ്ലൈറ്റ് കൂടെ ചെല്ലാൻ പറ. എന്നാ ശരി ചേച്ചി, എനിക്കിട്ട് എന്നെ കുത്തണം. കമ്പിപ്പാര വെച്ചാ വാക്കത്തി വെച്ചാ. ഞാൻ എണ്ണി തീർന്നു, ഞാൻ വരുവാണേ. നിങ്ങൾ ഒളിച്ചാ? ഞാൻ ഇപ്പൊ അങ്ങോട്ട് വരും. ഞാൻ വരുവാണേ. കഷ്ടം, 1/2 കിലോ ബുദ്ധി പോലും ദൈവം ഇവന് കൊടുത്തില്ല. നീ ഇനി എത്ര സംസാരം നീ വിനായനെ കണ്ടുപിടിക്കുക. അവൻ ജനിച്ചതേ വിജയിക്കാൻ വേണ്ടിയാണ്. അവ ആ വാഴക്കിടയിൽ ഇരിപ്പുണ്ട്. പക്ഷെ നിനക്ക് കണ്ടുപിടിക്കാൻ പറ്റൂല. അവന്റെ ഷർട്ടും ആ വാഴയുടെ ഷർട്ടും ഒന്നാണ്. സാറ്റേ 2 സാറ്റാ പോടാ മൊണ്ണേ. നീ അലനെ കണ്ടുപിടിച്ചില്ലല്ലേ. ജയിക്കാൻ വേണ്ടി അവ ഏതറ്റം വരെ വേണേ പോവും. എന്നാലും ഈ ചെറുക്ക എവിടെ പോയി ഇരിക്കുന്നു? ഹാഷിറേ, നിനക്കെന്നെ കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. കാര്യം ജംഗ്ഷനിൽ നിന്ന് 20 കിലോമീറ്റർ മാറിയടാ ഞാനിപ്പോ ഓടുന്നത്. നിന്റെ കള്ളത്തരം ഞാൻ ഇന്നത്തോടെ നിർത്തിത്തരാം. നീ എന്ത് കള്ളം പറഞ്ഞാലും ഈ സാധനം അത് കണ്ടുപിടിക്കും. പുളുത്തി ഇങ്ങോട്ട് നീങ്ങുന്നില്ലടാ. ഇന്നലെ നീ എവിടെയായിരുന്നു? ഇന്നലെ സ്കൂളിൽ പോയി. സ്കൂളിൽ പോയില്ല അച്ഛാ, പയ്യന്മാരോട് സിനിമയ്ക്ക് പോയിരുന്നു. അച്ഛനോട് ക്ഷമിക്കണം അച്ഛാ. ഞാനും എന്റെ കൂട്ടുകാരും ആകാശം കഴിഞ്ഞ അടിച്ച് പിടുത്തുമായി പോയച്ചാ. സ്കൂളിൽ പോകാൻ പറ്റില്ല. നിന്റെയൊക്കെ പ്രായത്തില് ലഹരി കൈകൊണ്ട് തൊട്ടിട്ടില്ല ഈ ഞാൻ. അല്ല, വല്ലപ്പോഴും ഇത്തിരി കഴിക്കുമായിരുന്നു. നിന്റെ അച്ഛൻ ഒരു കാട്ടുണ്ടിയനായിരുന്നു, അതുകൊണ്ടാണ് ഇങ്ങനെ മുഞ്ചി പോയത്. മത്തൻ കുത്തിയ കുമ്പളം മുളയ്ക്കൂ, അതങ്ങനെയല്ലേ വരൂ. നിങ്ങളെയല്ലേ മോൻ. വെളിച്ചം മിന്നി പറയുന്ന കണ്ടോ സ്വാമി? എന്തെങ്കിലും ഒരു പ്രതിവിധി പറഞ്ഞതാ സ്വാമി. ഇതിന് നോമൊരൊറ്റ പ്രതിവിധിയെ കാണുന്നുള്ളൂ. നമ്മുടെ തെക്കേക്കരയിൽ ഒരു അമ്പലമില്ലേ, അതിന്റെ ഓപ്പോസിറ്റ് ഒരു KSEB ഓഫീസ് ഉണ്ട്. വല്ലപ്പോഴും ആ ബില്ലെന്ന് പോയി അടയ്ക്കാം. ഈ ഗ്രഹത്തിൽ ജനലിന്റെ സ്ഥാനം എവിടെയാ? ജനല് അവിടെയാ. അവിടെയാണോ കൊണ്ടേ വെച്ചിരിക്കണേ? അയ്യോ സ്വാമി, വാസ്തു പ്രശ്നമാണോ? ബബിൾ കം തുപ്പിക്കളയാൻ വേണ്ടി ചോദിച്ചു. ഒരു ധനനഷ്ടത്തിനുള്ള സാധ്യതയില്ല കാണുന്നത്. അയ്യോ സ്വാമി, ഗണിച്ച് കണ്ടുപിടിച്ചതാണോ? നോക്കിയാൽ തന്നെ കാണാലോ, അത് ഹരിതകർമ്മസേന വരുന്നു. ഇപ്പൊ 50 രൂപ കൊണ്ടു. ഈ നാഗവല്ലിയെ കാണാൻ എങ്ങനെ ഇരിക്കും? രൂപരേഖ വല്ലതുണ്ടോ? രൂപരേഖയൊന്നുമില്ല, പഴയ ഒരു ചിത്രം ഉണ്ടായിരുന്നു. കാണിക്ക. ഇന്നാ സ്വാമി, നാഗവല്ലി തെക്കിനി നിൽക്കുന്ന ചിത്രമാ. ഓ ഇതാണോ സ്വാമി? ഇത് കണ്ടിട്ട് അമ്പരക്കാത്തെ? ഓ പിന്നെ കണ്ട അമ്പരക്ക നാഗവല്ലി തെക്കിനി നിൽക്കുന്ന ഫോട്ടോ അല്ലേ, അല്ല ബിക്കിനി നിൽക്കുന്ന ഫോട്ടോ ഒന്നല്ലോ. നാഗവല്ലി ഒഴിപ്പിച്ച സണ്ണിയാ. സണ്ണിയുടെ ഒരു എക്സോസിസം വീഡിയോ എന്റെ പെൻഡ്രൈവിലുണ്ട്. സ്വാമി കാണുന്നോ? ഓടെ നിന്റെ ബ്രഹ്മചര്യം തെച്ചു. സ്വാമി ഏത് സണ്ണിയുടെ കാര്യം ഉദ്ദേശിക്കുന്നേ? നിങ്ങൾ ഏത് സണ്ണിയുടെ കാര്യം പറയുന്നേ? ഞാൻ മറ്റേ കണ്ണാടി വെച്ച സണ്ണി. കണ്ണട വെച്ച സണ്ണിയല്ലല്ലോ, ബാധയല്ല. നോമിന്റെ അറിവ് വെച്ച് നോക്കുമ്പോൾ നിങ്ങളും നാഗവല്ലിയും തമ്മിൽ ചില സാമ്യതകളുണ്ട്. അതായത് നാഗവല്ലിക്കുള്ളത് അപര വ്യക്തിത്വം, ദ്വന്ദ്വ വ്യക്തിത്വം, വ്യക്തിത്വമില്ലായ്മ, സ്വാതന്ത്ര്യമില്ലായ്മ, അത് തന്തയില്ലായ്മ. അതല്ല. തൽക്കാലം ഇത്രയും മതി.